Hello friends, I am Nissa from Nissas kitchen. Welcome to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വിഷു സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലാണ് പച്ചമാങ്ങ കിച്ചടി. അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഈ കിച്ചടി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ചെറിയ പച്ചമാങ്ങ തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. കിച്ചടി ഉണ്ടാക്കാനായിട്ട് പച്ചമാങ്ങയേക്കാളും നല്ലത് ചെറുതായിട്ട് ചെനച്ച് തുടങ്ങിയ മാങ്ങയാണ്. തേങ്ങ ചുരണ്ടിയെടുത്തത് ഒരു ചെറിയ കപ്പ്, തൈര് 1 കപ്പ്, അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ. പച്ചമുളക് 2-3 എണ്ണം എരിവിനനുസരിച്ച് ചേർക്കാം. താളിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് 6-7 എണ്ണം, വറ്റൽ മുളക് 3 എണ്ണം, കറിവേപ്പില 2 തണ്ട്, കടുക്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. തൊലി കളഞ്ഞ് എടുത്ത പച്ചമാങ്ങ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. കൊത്തി അരിയുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ആദ്യമേ കുറച്ച് ചേർത്താൽ മതി, പിന്നീട് അവസാനം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. മാങ്ങയിലോട്ട് ഉപ്പ് നന്നായിട്ട് ഇതുപോലെ തിരുമ്മി പിടിപ്പിക്കുക. ഞാനിപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു 10-15 മിനിറ്റ് വെച്ചിരിക്കാം, മാങ്ങയിലോട്ട് ഉപ്പൊന്ന് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇത് മാറ്റി വെക്കാം. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം പുളിച്ചു പോകാത്ത നല്ല കട്ടിയുള്ള തൈര് വേണം കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ തേങ്ങ ചുരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ 3 എണ്ണം ചേർക്കാം. ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എണ്ണമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് അല്പം കടുക് ചേർക്കാം. അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്തിട്ട് ഈ തേങ്ങയും പച്ചമുളകും കടുകും കൂടെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ വേണം അരയ്ക്കാനായിട്ട്, വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അടുത്തായിട്ട് നമുക്ക് കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടി തീർന്ന ശേഷം ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. വറ്റൽ മുളക് ചേർക്കാം. കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. ഇത് അവസാനം നമ്മുടെ കിച്ചടിയിലോട്ട് ചേർത്ത് മിക്സ് ആക്കി എടുക്കാനുള്ളതാണ്. നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഞാൻ 1/4 ടീസ്പൂൺ കടുകും 2 പച്ചമുളകും ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വെണ്ണ പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അരകല്ലിലോ മിക്സിയിലോ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കാം. ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന പച്ചമാങ്ങയിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് തൈര് ചേർക്കാം. മിക്സ് ചെയ്യാം. തൈരിലാണെങ്കിലും അതുപോലെ തന്നെ അരപ്പിലാണെങ്കിലും വെള്ളം അധികം ഉണ്ടാവാൻ പാടില്ല. കാരണം കിച്ചടിയുടെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ സദ്യയ്ക്ക് ഇലയിൽ വിളമ്പി കഴിയുമ്പോൾ അത് ഒഴുകി പോകാതെ കിടക്കുന്ന രീതിയിലായിരിക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം പഞ്ചസാര ചേർക്കാം. പഞ്ചസാര എന്ന് പറയുമ്പോൾ അധികം ചേർക്കാൻ പാടില്ല, ഒരു 1/4 ടീസ്പൂൺ. നമ്മുടെ മാങ്ങ നന്നായിട്ട് വിളഞ്ഞ് കുറച്ചൊരു മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ചേർക്കുന്നത് ഒഴിവാക്കാം.
മധുരത്തിൻ്റെ ചെറിയൊരു ഫ്ലേവർ നമുക്ക് കിട്ടണമെന്നേ ഉള്ളൂ. ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ചനച്ചു തുടങ്ങിയ മാങ്ങയാണെങ്കിലും അതിന് നല്ല പുളിയാണ്, അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത്. നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കേണ്ടത്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുക് താളിച്ചത് ചേർക്കാം. ഈ കടുക് താളിച്ചെടുക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് സ്റ്റൗവിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ സാധാരണ കിച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് ഇതെല്ലാം കൂടെ ഈ അരപ്പൊക്കെ ചൂടാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കിച്ചടിക്ക് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നല്ല പാകത്തിനാണ്. നമ്മുടെ കിച്ചടി ഇപ്പം സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല കുറുകിയിരിക്കുന്ന ഒരു പരുവത്തിൽ വേണം നമ്മളിതിനെ മിക്സാക്കി എടുക്കാനായിട്ട്. നമ്മുടെ സദ്യ സ്പെഷ്യൽ പച്ചമാങ്ങ കിച്ചടി ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഈ വിഷുവിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ള ഒരു സൈഡ് ഡിഷാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എല്ലാവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക് യു.